ആദ്യമായിട്ട് നമുക്കൊരു ഈശ്വര പ്രാർത്ഥന തുടങ്ങാം. എല്ലാവർക്കും നമസ്കാരം, ഗുഡ് ഈവനിങ്. വളരെ ഒരു ചെറിയ നോട്ടീസിലാണ് നമ്മൾ ഈ യോഗം ഇന്ന് വിളിച്ചു ചേർത്തത്. കേൾക്കും സുപരിചിതനായ ശ്രീ ജോസ് പനച്ചിപ്പുറം ഒരു സ്വകാര്യ സന്ദർശനത്തിനായി അമേരിക്കയിൽ വന്നിട്ടുണ്ടെന്ന് കഴിഞ്ഞ ദിവസം ജോർജ് ജോസഫ് പറയുകയും അദ്ദേഹത്തെ പോലെ ഒരു വ്യക്തി ഇവിടെ വരുമ്പോൾ ഇന്ത്യ പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഒരു ചെറിയൊരു ഗെറ്റ് ടുഗദർ നടത്തി ഒരു ചെറിയ സംവാദം, അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുക, അദ്ദേഹവുമായിട്ട് സംവദിക്കുക, അത് കിട്ടുന്ന ഒരു അസുലഭ നിമിഷം നമ്മൾ പാഴാക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഈ ചെറിയൊരു നോട്ടീസിൽ ഈ യോഗം നമ്മൾ കുറിച്ച് ചെയ്യുന്നത്. ഈ യോഗത്തിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ജോർജ് തുമ്പിൽ പറഞ്ഞ പോലെ ഓരോ വ്യക്തികള് ഇരിക്കുന്ന ഓരോരുത്തരും ഓരോ പ്രസ്ഥാനങ്ങൾ, ഓരോരുത്തരും ഓരോ പ്രസ്ഥാനങ്ങൾ തന്നെ ഓരോ വലിയ വ്യക്തിത്വങ്ങളാണ്. ഈ സയൻസ് ഇന്ത്യയിൽ ഇവിടെ എത്തിച്ചേർന്ന നിങ്ങളെ എവരെയും ഞാൻ ആദ്യം ഒറ്റ വാക്കിൽ ആർദ്രവുമായി IPCNയുടെ ഈ യോഗത്തിലേക്ക്, ഈ ചെറിയ കെട്ടുകളിലേക്ക്, ഈ സ്നേഹ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ മുഖ്യ അതിഥി നിങ്ങൾക്ക് ഏവർക്കും അറിയാം, ശ്രീ ജോസ് പനച്ചിപ്പുറം. അദ്ദേഹത്തെ ഞാൻ പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അക്ഷര കേരളത്തിന് അദ്ദേഹത്തിന്റെ നാമം സുപരിചിതമാണ്. മലയാള മനോരമയുടെ എഡിറ്റോറിയൽ ഡയറക്ടറാണ്, ഭാഷാ പോഷണിയുടെ എഡിറ്റർ ഇൻ ചാർജാണ്. എനിക്ക് അത്രയുമൊക്കെ എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. ബാക്കി ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ സത്യത്തിൽ എനിക്ക് നേരത്തെ അറിയത്തില്ല. അദ്ദേഹം അറിയപ്പെടുന്ന ഒരു നോവലിസ്റ്റാണ്. 2005 കേരള സാഹിത്യ അക്കാദമിയുടെ അവാർഡ് നേടിയ കണ്ണാടിയിലെ മഴത്തുള്ളികൾ എന്ന പ്രശസ്തമായ നോവൽ ഉൾപ്പെടെ ഏതാണ്ട് 10-30-ലധികം രചനകൾ നടത്തിയിട്ടുണ്ട്. അതുപോലെ വളരെ മികച്ച ചെറുകഥ കൃത്ത. എനിക്ക് തോന്നുന്നത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ 1979 തന്നെ അദ്ദേഹത്തിന് അക്കാദമി അവാർഡ് അദ്ദേഹത്തിന്റെ സാഹിത്യ സൃഷ്ടികൾക്ക് ലഭിച്ചിട്ടുണ്ട്. കൂടാതെ നമ്മളെപ്പോഴും വായിക്കുന്ന തരംഗങ്ങൾ, പനിച്ചി എന്നുള്ള ഈ പേരുകളൊക്കെ വളരെ മലയാള മനോരമ വായിക്കുന്ന ഏവർക്കും സുപരിചിതമാണ്. അദ്ദേഹത്തെ ഇനി ഈ ചെറിയ ഈ മീറ്റിംഗിലേക്ക് ഇവിടെ ലഭിച്ചതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ത്യ ഓഫ് നോർത്ത് അമേരിക്കയുടെ ന്യൂയോർക്ക് ചാപ്റ്ററിലേക്ക് അദ്ദേഹത്തെ ഹാർദവമായി ഞാൻ സ്വാഗതം ചെയ്യും. അതോടൊപ്പം ഇന്ന് വളരെ ഈ ചുരുങ്ങിയ സമയത്തിൽ ഇവിടെ എത്തിച്ചേർന്ന ഓരോരുത്തരെയും, പ്രത്യേകിച്ച് ഡോക്ടർ ആനി പോൾ ഇവിടിരിക്കുന്ന എല്ലാവർക്കും പരിചയപ്പെടുത്താം. ആർക്കും തന്നെ നമ്മൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. റോക്ക്ലാൻഡ് കൗണ്ടിയുടെ ഓണറബിൾ ലെജിസ്ലേറ്റർ ആണ്. കൂടാതെ അത് വൈസ് ചെയർ ആണ്. അതിലെല്ലാം ഉപരി മലയാളി എന്ന എന്നെ സംബന്ധിച്ചിടത്തോളം അതിന്റെ എനിക്ക് തരുന്ന അഭിമാനം എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു വനിത അല്ലെങ്കിൽ ഒരാൾ ന്യൂയോർക്കിൽ നിന്ന് ഈ ലെജിസ്ലേറ്ററിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത് ഡോക്ടർ ആനി പോളാണ്. ഡോക്ടർ ആനി പോളിനെ ബഹുമാനപൂർവ്വം സ്വാഗതം ചെയ്യും. അതോടൊപ്പം നമുക്കറിയാം, ജോസാറിനെ ഇവിടെ കൊണ്ടുവന്നത് ഡോക്ടർ സജിമോൻ ആന്റണിയാണ്. സജിമോൻ ആന്റണി ഫൊക്കാനയുടെ പ്രസിഡന്റ് ആണ്. അദ്ദേഹം പ്രസിഡന്റ് ആയതിനു ശേഷം ഞാൻ ഫോമക്കാരനാണെങ്കിൽ പോലും വളരെ മികച്ച രീതിയിൽ ഫൊക്കാനയെ അദ്ദേഹത്തിന്റെ നേതൃപാടവത്തിൽ ഫൊക്കാനയെ മുന്നോട്ട് നയിക്കുന്നതിൽ സന്തോഷമുണ്ട്. ഇന്ത്യ പ്രസ് ക്ലബിന്റെ നാമത്തിൽ അദ്ദേഹത്തെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യും. അതോടൊപ്പം തന്നെ ശ്രീ പോൾ കറുകപ്പള്ളി, അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമേ ഇല്ല. അദ്ദേഹത്തെ എങ്ങനെ പരിചയപ്പെടുത്തും എന്നുള്ളതാണ് എന്റെ പ്രശ്നം. അദ്ദേഹം ഫൊക്കാനയുടെ മുൻ പ്രസിഡന്റാണ്, ഫൊക്കാന ട്രസ്റ്റി ബോർഡ് മുൻ ചെയർമാനാണ്. അദ്ദേഹം ഒരു പത്രാധിപരാണ്. അദ്ദേഹം നമ്മുടെ സാമൂഹിക സാംസ്കാരിക മണ്ഡലത്തിൽ എന്നും തിളങ്ങി നിൽക്കുന്ന വ്യക്തിത്വമാണ്. സ്വാഗതം ശ്രീ പോൾ. ശ്രീ തോമസ് കോശി വെസ്റ്റർ കൗണ്ടിയുടെ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷണറാണ്. അതുപോലെ തന്നെ ഫോമയുടെ മുൻ ജുഡീഷ്യൽ കമ്മിറ്റി ചെയർമാനാണ്.
ഇപ്പോൾ നിലവിൽ വെച്ചസ്റ്റൺ മലയാളി അസോസിയേഷൻ 50-ാം വാർഷികം ആഘോഷിക്കുന്ന വെച്ചസ്റ്റൺ മലയാളി അസോസിയേഷന്റെ പ്രസിഡന്റാണ്. സാംസ്കാരിക മണ്ഡലത്തിലെ എല്ലാവർക്കും സുപരിചിതനായ വ്യക്തിത്വം ശ്രീ തോമസ് കോശിയെ സ്വാഗതം ചെയ്യുന്നു. ശ്രീ ജോൺ സി വർഗീസ് ഫോമയുടെ മുൻ ജനറൽ സെക്രട്ടറിയാണ്. ഇപ്പോഴത്തെ ജുഡീഷ്യൽ കമ്മിറ്റി ചെയർമാനാണ്, ബൈലോ കമ്മിറ്റി ചെയർമാനാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏവർക്കും സുപരിചിതനായ, മുൻപ് അദ്ദേഹവും ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നു. അദ്ദേഹം സ്വന്തമായി ഒരു പത്രം ഇവിടെ നടത്തിയിരുന്നു. സ്വാഗതം ശ്രീ ജോൺ സി വർഗീസ്. ഫൊക്കാനയുടെ ജനറൽ സെക്രട്ടറി പ്രിയ സുഹൃത്ത് ശ്രീകുമാർ ഉണ്ണിത്താൻ ഇവിടെയുണ്ട്. അദ്ദേഹത്തെയും വളരെ ഹാർദവുമായി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ ഫിലിപ്പോസ് ഫിലിപ്പ് ഫൊക്കാനയുടെ മുൻ ജനറൽ സെക്രട്ടറിയാണ്. അതുപോലെ തന്നെ അദ്ദേഹം അടുത്ത പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു. ഏകദേശം സുപരിചിതനായ ശ്രീ കെ കെ ജോൺസൺ ലാനയെ റെപ്രസെന്റേറ്റീവ് ചെയ്തു ഈ യോഗത്തില്. അതുപോലെ തന്നെ സാഹിത്യകാരനാണ്, ഫൊക്കാനയുടെ നാഷണൽ കമ്മിറ്റി മെമ്പർ ആയിരുന്നു. സ്വാഗതം ശ്രീ കെ കെ ജോൺസൺ. ശ്രീ പി ടി തോമസ് ഫോമയുടെ നിലവിലെ RVP ആണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഫൊക്കാനയുടെ മുൻ RVP ആണ്, ഫൊക്കാനയുടെ നേതാവാണ്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യും. ശ്രീ മോൻസി വർഗീസ് ഫോമയുടെ റീജിയണൽ ജനറൽ സെക്രട്ടറി ആണ്. ഫോമയുടെ മുൻ നാഷണൽ ജോയിന്റ് ട്രഷറർ ആയിരുന്നു. സ്വാഗതം മോൻസി വർഗീസ്. നോർമ വർഗീസ് ഫോമയുടെ നാഷണൽ കമ്മിറ്റി മെമ്പറാണ്, അറിയപ്പെടുന്ന സാമൂഹിക പ്രവർത്തകയാണ്. സ്വാഗതം നോർമ. അതുപോലെ തന്നെ ശ്രീ ടോം നൈനാൻ ഇവിടെയുണ്ട്. നമ്മുടെ ഇൻഡോ അമേരിക്കൻ പൊളിറ്റിക്സിൽ വളരെ സുപരിചിതനായ വ്യക്തിയാണ് ടോം നൈനാൻ. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നോവ ജോർജ് ഇവിടെയുണ്ട്. അദ്ദേഹം പുറത്തേക്ക് പോയി. നോവ ജോർജ്, അതുപോലെ ഷാജു മണിമലയത്ത്, അലക്സ്, PT വർഗീസ്, ടോം നൈനാൻ, താജ് മാത്യു. ഞാൻ പത്രക്കാരുടെ പേര് ഏറ്റവും അവസാനം പറയുന്നത് കാരണം നമ്മളാണല്ലോ ഇത് നടത്തുന്നത്. ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, ഈ ഞങ്ങളുടെ IPC എന്ന സംഘടന ഏറ്റവും ശക്തമായിട്ട് നയിക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങളാണ് താജും ജോർജ് യോസഫും. ജോർജ് യോസഫ് പ്രഥമ പ്രസിഡന്റാണ്, പിന്നീട് വന്ന പ്രസിഡന്റുമാരുടെ ഒരാളാണ് താജ്. പ്രത്യേകം ഞങ്ങൾ നെയ്ബേഴ്സ് ആണ് നാട്ടില്. താജാണ് എന്നെ ഈ മേഖലയിലേക്ക് കൊണ്ടുവന്നത്. സ്വാഗതം ജോർജ് യോസഫ് ആൻഡ് താജ് മാത്യു. ഒത്തിരിനാളായി അദ്ദേഹത്തെ കണ്ടിട്ട്. അതുപോലെ തന്നെ ഞാൻ അതിൽ വിട്ടുകൊണ്ട് ഞങ്ങളുടെ പറഞ്ഞു ജോർജ് തുമ്പയിൽ, അതുപോലെ തന്നെ IPSNയുടെ ന്യൂയോർക്ക് ചാപ്റ്റർ ട്രഷറർ വിനു തോമസ് ആൻഡ് ജോയിന്റ് ട്രഷറർ ജേക്കബ് ആലുവെ. ഞാൻ ആരെങ്കിലും വിട്ടുപോയി ക്ഷമിക്കണം. അതുപോലെ ഈ പങ്കെടുക്കുന്ന എല്ലാവരെയും ഒറ്റ വാക്കിൽ ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. നന്ദി, നമസ്കാരം. ഇനി നമ്മൾ ഇതിന്റെ പാറ്റേൺ എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, അടുത്തതായിട്ട് ഞാൻ പറഞ്ഞു എങ്കിലും ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ പരിചയമുള്ളത് ജോർജ് ജോസഫിനും താജുമാണ്. അവർ രണ്ടുപേരും ശ്രീ ജോസ് പനച്ചപ്പുറത്തെ പരിചയപ്പെടുത്തും. അതിനുശേഷം ജോസ് പനച്ചപ്പുറം നമ്മളോട് സംസാരിക്കും, സംവദിക്കും. അദ്ദേഹം അവതരിപ്പിക്കുന്ന വിഷയം, ആ വിഷയത്തെ ആസ്പദമാക്കി ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അദ്ദേഹവുമായി സംവദിക്കുന്നതിനും ആശയവിനിമയം ഇവിടെ നടത്തുന്നതിനുള്ള അവസരം ഉണ്ടായിരിക്കും. നിങ്ങൾ എല്ലാവരും എങ്കിൽ മാത്രമേ അതൊരു ക്രിയേറ്റീവായി ഇവിടെ നിന്ന് നമ്മൾ കൂടിയതുകൊണ്ട് നമുക്കൊരു പ്രയോജനം, എന്തെങ്കിലും അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുവാനും ആ ലഭിക്കുന്നത് നമ്മുടെ ആശയവുമായി ഒന്ന് എന്താ പറയുക ഉരസുന്നതിനും അതിലൊന്ന് തീ പിടിപ്പിക്കുന്നതിനും ഒക്കെ നമുക്കൊരു അവസരം കിട്ടണമെങ്കിൽ അദ്ദേഹം സംസാരിക്കട്ടെ. ആ ചൂട് പിടിച്ചുകൊണ്ട് നമുക്കും പുറകെ സംസാരിക്കാം. നിങ്ങൾ ഓരോരുത്തരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ ഒഫീഷ്യലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ജോർജ് ജോസഫിനെ ക്ഷണിക്കുന്നു. ജോർജ് ജോസഫ് അദ്ദേഹത്തോടൊപ്പം മലയാള മനോരമയിൽ അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്തിട്ടുള്ള വ്യക്തികളാണ് ഇവർ രണ്ടുപേരും. താങ്ക് യു. പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു. പ്രത്യേകിച്ച് 1975 ജോലിയിൽ ചേർന്നു, അദ്ദേഹം ജോലിയിൽ ചേർന്നു. 2 വർഷം കഴിഞ്ഞ് ഞാൻ മനോരമയിൽ ചേർന്നു. പിന്നെ ഞാനത് 17 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ അവിടുന്ന് മുങ്ങി. അങ്ങനെ പക്ഷേ ആ ഒരേ സ്ഥാനത്ത് ഒരേ സ്ഥാപനത്തിൽ 50 വർഷം പൂർത്തിയാക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ലോക റെക്കോർഡ് തന്നെയാണ്, സംശയമില്ലാത്തൊരു കാര്യമാണ്. എന്ന് മാത്രമല്ല അത് ആ സ്ഥാപനത്തിന്റെ ഏറ്റവും ഔന്നത്യമുള്ള സ്ഥാനങ്ങളിലാണ് അദ്ദേഹം എക്കാലവും പ്രവർത്തിച്ചിട്ടുള്ളത്. കാരണം അത് എനിക്ക് നേരിട്ടറിയാം. എന്റെയും മേധാവിയായിരുന്നു ഞാൻ അവിടെ ഉണ്ടായിരുന്നപ്പോൾ
പിന്നെ ഞാനുണ്ടായിരുന്നെങ്കിലും അങ്ങനെ തന്നെ ആയിരുന്നേനെ. എന്ന് മാത്രമല്ല, ഞാനുണ്ടായിരുന്നെങ്കിൽ ഒരു 10 വർഷം മുമ്പ് എന്നെ അവിടുന്ന് 50 വർഷമൊന്നും ഞാൻ ഒരിക്കലും അവിടെ സർവൈവ് ചെയ്യാൻ പോകുന്നില്ല. 17 വർഷം സർവൈവ് ചെയ്തോണ്ടൊന്നും വേറൊരു കാര്യം. അപ്പം ശ്രീ ജോസ് പരത്തിപ്പുറം നമുക്കറിയാം, അദ്ദേഹത്തിന്റെ സ്വഭാവം പിന്നെ ചില വാക്കുകളൊന്നും കിട്ടുന്നില്ല. സ്വഭാവ വൈശിഷ്ട്യങ്ങള് പ്രധാനപ്പെട്ട കാര്യം, ഈ മനോരമയിലൊക്കെ രക്ഷപ്പെടണമെങ്കിൽ ഒരു സ്വകാര്യ സ്ഥാപനമാണ്. ആരെങ്കിലുമൊക്കെ പിന്നെ നമുക്കൊരു ഗോഡ് ഫാദർ വേണം, അവരാണ് നമ്മളെ ഉയർത്തുക. പക്ഷേ പ്രത്യേകിച്ച് ഒരു ഗോഡ് ഫാദറും ഇല്ലാതിരുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. സ്വന്തം കഴിവുകൊണ്ട് ആണ് ആ മികവിലും ആ ഉന്നത സ്ഥാനങ്ങളിലും എത്തിയതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതേപോലെ എനിക്ക് ഗോഡ് ഫാദർമാരൊന്നും ഇല്ലായിരുന്നു. എല്ലാവരുമായിട്ടും തന്നെ പിന്നെ ഉടക്കും ഒക്കെ ആയിട്ടാണ് കഴിഞ്ഞു പോയതെന്നാണ് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. എങ്ങനെയായാലും അദ്ദേഹത്തിന്റെ പങ്ക്തി നമുക്കറിയാം 79 മുതൽ അല്ലെ 79 മുതൽ തരംഗങ്ങളിൽ എന്ന പങ്ക്തി പിന്നെ തുടർച്ചയായിട്ട് ഇത്രയും വർഷം 79 കഴിഞ്ഞതിന് ശേഷം 45-46 വർഷം ആ പങ്ക്തി അതുപോലെ മനോരമയിൽ എല്ലാ ആഴ്ചയിലും വരുന്നു. അതുപോലെ തന്നെ അദ്ദേഹം നോവലിസ്റ്റ് ആണെന്ന് പറഞ്ഞു. പിന്നെ ചെറുകഥാകൃത്താണ്, ഭാഷാപോഷിയുടെ എഡിറ്ററാണ്. ഭാഷാപോഷിയുടെ എഡിറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പിന്നെ മാതൃഭൂമിയുടെ എഡിറ്ററും മാതൃഭൂമി വീക്കിലിയുടെ എഡിറ്ററും ഭാഷാപോഷിയുടെ എഡിറ്ററും ഇവർ രണ്ടുപേരുമാണ് നമ്മുടെ സാഹിത്യത്തിന്റെ അവസാന ഭാഗം എന്ന് പറയുന്നത്. കാരണം ഇവര് പിന്നെ സ്വീകരിക്കുന്ന ചെറുകഥകളും കഥകളും ഒക്കെയാണ് പിന്നീട് ട്രെൻഡ് സെറ്റിംഗ് ആയിട്ട് മാറുന്നത്. ആ പഴയ പ്രഭാവകർ മങ്ങിപ്പോയി. സോഷ്യൽ മീഡിയ ശക്തിപ്പെട്ടതോടുകൂടി, സോഷ്യൽ മീഡിയയും വിഷ്വൽ മീഡിയയും ഒക്കെ ശക്തിപ്പെട്ടതോടുകൂടി പത്രങ്ങളാണെങ്കിലും ഈ പത്രത്തിന്റെ ഞാനൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, പത്രത്തിന്റെ ഈ പ്രിന്റ് മീഡിയ ആയിട്ട് ഒരു സുവർണ്ണ കാലഘട്ടത്തിലാണ് ശ്രീ ജോസ് പരത്തിപ്പുറവും ഞാനും ഒക്കെ മനോരമയിൽ ഉണ്ടായിരുന്നത്. ഇപ്പൊ ആ ഭാഗവും കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. വിഷ്വൽ മീഡിയയിലേക്കും പിന്നെ സോഷ്യൽ മീഡിയയിലേക്കും ആളുകളൊക്കെ ചേക്കേറുന്ന ഒരവസ്ഥ വന്നിരിക്കുന്നു. അപ്പം ഈ 50 വർഷത്തെ അനുഭവത്തില് ഈ നമ്മുടെ തോമസ് ജേക്കബ് സാറിനെ ഇവിടെയുള്ള മിക്കവർക്കും അറിയാവുന്നതാണ് എന്ന് എനിക്ക് തോന്നുന്നു. അദ്ദേഹമായിരുന്നു ആദ്യത്തെ എഡിറ്റോറിയൽ ഡയറക്ടർ. അത് കഴിഞ്ഞ് മാത്യു സൊറീസ് എന്ന് പറഞ്ഞ് 3ാമത്തെ എഡിറ്റോറിയൽ ഡയറക്ടറാണ്. അപ്പൊ മനോരമയിലെ ഏറ്റവും ഉന്നതമായ സ്ഥാനമാണ്. മുതലാളിമാര് പിന്നെ കഴിഞ്ഞാൽ മുതലാളിമാർ അവർ ഉടമകളാണ്. അവർ പത്രാധിപന്മാരെന്നൊക്കെ പറയുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിനെ പത്രത്തെ നയിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു വ്യക്തി ഈ 50 വർഷത്തെ അനുഭവമുണ്ട്. രാഷ്ട്രീയ കാര്യങ്ങളിലും ഒക്കെ മനോരമ ഏത് നിലപാടെടുക്കണമെന്നാണ് ഇവരെ പോലുള്ളവരാണ് തീരുമാനിക്കുന്നത്. വിചാരിക്കും മുതലാളിമാർക്ക് ഈ മനോരമ എങ്ങനെ പറഞ്ഞു, അല്ലെ മനോരമ എങ്ങനെ ചെയ്തു എന്നാണെന്ന് പറയാറുണ്ട്. മനോരമ എന്ന് പറഞ്ഞാൽ മുതലാളിമാർ അറിയിപ്പോലും ഉണ്ടാവില്ല. മനോരമക്കാര് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. പിന്നെ ഇവര് പോലും അറിയണമെന്നില്ല. കാരണം ഒരുപാട് പേരുടെ കൈകളിലൂടെയാണ് കാര്യങ്ങൾ വാർത്തകളും അതും എല്ലാം പോകുന്നത്. പക്ഷെ അതിനെല്ലാം നിയന്ത്രിക്കുകയും ചുക്കാൻ പിടിക്കുകയും ചെയ്യുന്നു എന്നുള്ള സുപ്രധാനമായ ഒരു കാര്യമാണ് ശ്രീ ജോസ് പരത്തിപ്പുറം ചെയ്യുന്നത്. അദ്ദേഹം ഇവിടെ വരാനും നമ്മളോട് സംവദിക്കാനും ഒരു അവസരം കിട്ടിയതിൽ പിന്നെ വളരെ സന്തോഷമുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. സാറിനെ കുറിച്ച് പറയണമെങ്കിൽ ജോർജ് പറഞ്ഞ അത്രയും ശരിയായിട്ടില്ല. എന്നെ ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ച ഒരാളാണ് ജോസ് സാറിന്. അധ്യാപക ഒരു സ്റ്റാറ്റസ് അദ്ദേഹം പറഞ്ഞ പല കാര്യങ്ങളും എനിക്ക് ഇപ്പോഴുള്ള ജോലിക്ക് പോലും ഉപയോഗപ്പെടുത്തുന്നത്. എഴുതുമ്പോൾ എങ്ങനെ വേണം, അങ്ങനെയൊക്കെ കാപ്പി ചെയ്യണം. ഇവിടെ നല്ല ഈ ഡോക്യുമെന്റേഷനും കൂടെ ഉണ്ട് കാര്യങ്ങൾ. അപ്പൊ ഇംഗ്ലീഷ് എണ്ണ തന്നെ നമുക്ക് ആ ഒരു തത്വങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. സാറിനെ എപ്പോഴും ഞാൻ അങ്ങനെ കാണുന്ന എന്നെ പത്രപ്രവർത്തനത്തിന്റെ ഒരു ബഹുമാനവും സ്നേഹവും ഞാൻ എപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. ഇന്ന് വന്ന് ഇവിടെ അവധി എടുത്ത് വരാൻ തന്നെ കാര്യം പുതിയ ട്രെൻഡ് സാറിന്റെ ഭാഗത്ത് കേൾക്കണം. അതിലാണ് എനിക്ക് ഇൻട്രസ്റ്റ്. ഓക്കെ, സാറിന് സ്വാഗതം. അടുത്തത് നമ്മളെല്ലാവരും ആകാംക്ഷയോട് നമ്മൾ കാത്തിരിക്കുന്നത് ജോസാറിന്റെ വാക്കുകളാണ്. ശ്രീ ജോസ് പരത്തിപ്പുറത്തിനെ ഒരു വിഷയം അവതരിപ്പിച്ചുകൊണ്ട് അല്ലെങ്കിൽ എങ്ങനെയാണോ അദ്ദേഹം ആഗ്രഹിക്കുന്ന രീതിയിൽ നല്ലൊരു ക്ലാസ് ആയിക്കോട്ടെ, നല്ലൊരു സംഭാഷണമായിക്കോട്ടെ. താങ്ക് യു വെരി മച്ച്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ 2 പ്രിയപ്പെട്ട പഴയ സഹപ്രവർത്തകരുടെ എൻ്റെ അടുത്ത് ഉണ്ട് എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. എല്ലാവരും ചിലരേക്ക് എനിക്ക് നേരത്തെ പരിചയമുണ്ടായിരുന്നു, എല്ലാവരെയും ഉണ്ടാവില്ല. അപ്പോൾ വാസ്തവത്തിൽ ഞാൻ ഇന്നിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ ഓർത്ത ഒരു കാര്യം, നാളെ നമ്മുടെ വേൾഡ് പ്രസ് ഫ്രീഡം ഡേ ആണ്. അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റായ ദിവസമാണ് ലോക പത്ര സ്വാതന്ത്ര്യ ദിനമെന്നോ മാധ്യമ സ്വാതന്ത്ര്യ ദിനമെന്നോ ഒക്കെ നമുക്ക് പറയാം. അപ്പോൾ ഈ ദിനത്തില് ഇപ്പോൾ
ചിലരെങ്കിലും കേട്ടിട്ടുണ്ടാവും, ലോകത്തെ ഈ പത്ര മാധ്യമങ്ങളുടെയൊക്കെ ഒരു ആഗോള സംഘടന വാനിഫ്ര എന്ന് പറയുന്ന സംഘടന, വേൾഡ് അസോസിയേഷൻ ഓഫ് ന്യൂസ് പേപ്പേഴ്സ്. അത് ഇഫ്ര എന്ന് പറയുന്ന യൂറോപ്യൻ സംഘടനയുമായി ചേർന്ന് ചർച്ച ചെയ്തിട്ടാണ് വാനിഫ്ര ഉണ്ടായത്. അപ്പൊ ഈ വാനിഫ്രയുടെ ഈ വർഷത്തെ തീം കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ അവരുടെ മെസ്സേജുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോ ഇപ്പോ ഏറ്റവും കറന്റ് ആയിട്ടുള്ള നമ്മുടെ മാധ്യമങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, നമ്മുടെ AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എങ്ങനെയാണ് ഈ മാധ്യമങ്ങളെയും മാധ്യമ പ്രവർത്തനത്തെയും അല്ലെങ്കിൽ എത്തിക്കൽ മീഡിയ ആക്ടിവിറ്റി എന്ന് പറയുന്നതിനെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നതാണ് ലോകത്ത് പൊതുവെ ഇപ്പൊ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം. അത് നമുക്ക് അറിയാവുന്നതുപോലെ ഇപ്പൊ അവരുടെ ഈ വാനിഫ്രയുടെ ഏറ്റവും പുതിയ പേപ്പറിൽ ഞാൻ വായിച്ചത് എന്താണെന്ന് വെച്ചാൽ അവരുടെ കണ്ടെത്തൽ, നമുക്കെല്ലാം നിങ്ങൾക്കൊക്കെ തന്നെ അറിയാം, ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഈ AI നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും സ്വാധീനം ചെലുത്താൻ പോവുകയാണ്, ചെലുത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ മാധ്യമങ്ങളെ ഇത് എങ്ങനെയാണ് ബാധിക്കുക എന്നുള്ളതാണ് വാസ്തവത്തിലെ ചർച്ചാ വിഷയം. അപ്പൊ അതില് അവരുടെ ഏറ്റവും ഒടുവിൽ ഞാൻ വായിച്ച പേപ്പറിൽ അവർ പറയുന്നത്, ജേർണലിസം എന്ന് പറയുന്നത് എന്തൊക്കെ ആയാലും അത് ഒരു ഹ്യൂമൻ കൺട്രോൾഡ് ആയ ഒരു കാര്യം. അതായത് AI ഉണ്ടാവുന്നത്, AI മീഡിയയെ സംബന്ധിച്ചോളം അതൊരു ഒരു ഒരു എയ്ഡ് മാത്രമായിരിക്കും. അതായത് നമുക്ക് ഫാക്ട് ചെക്കിങ്ങിന് AI ഉപയോഗിക്കാം, അല്ലെങ്കിൽ പേജ് ഡിസൈന് AI ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മുടെ വിഷ്വൽസ് ചെയ്യുന്നതിന് AI ഉപയോഗിക്കാം. ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുമ്പോഴും നമ്മുടെ ഒരു എത്തിക്കൽ ജേർണലിസ്റ്റില്, അതായത് നമ്മുടെ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ് എന്നൊരു സംഗതി AI. അതാണ് വാസ്തവത്തിൽ മീഡിയയുടെ പറ്റി നമ്മൾ പറയുമ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം. കാരണം ഇപ്പൊ നമ്മളൊരു കാര്യം ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതിഗതികളെ പറ്റി നമ്മൾ എഴുതുന്നു എന്ന് വെച്ചാൽ നമുക്കറിയാം, അത് ഒരു AIക്ക് കൃത്യമായി പറഞ്ഞു വെക്കാവുന്ന നിയതമായ വഴികളിലൂടെ ആണ് കേരള രാഷ്ട്രീയം പോകുന്നതെന്ന് പറയാനുള്ള ഒരു കഴിവ് സർക്കാർ AIക്കില്ല. അത് ഉണ്ടാകുമെന്നും ഇപ്പോ ആരും മുന്നിൽ കാണുന്നില്ല. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ അനേക പാർട്ടികൾ അല്ലെങ്കിൽ ആ പാർട്ടികളുടെ സമീപനങ്ങളുടെ ഡിഫറൻറ്റ് ഷെയ്ഡ്സ്, ഇതൊക്കെ ഒരു ക്രിട്ടിക്കലായ ഒരു ഹ്യൂമൻ ഇൻവോൾവ്മെന്റ്, അതായത് പത്രപ്രവർത്തകരുടെ, എഴുത്തുകാരുടെ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരുടെ ഒക്കെ ആലോചനകൾ വളരെ ലീനിയർ ആയിട്ട് നമുക്ക് കൊണ്ടുപോകാവുന്നതല്ല എന്ന് നിങ്ങൾക്കെല്ലാം അറിയാം. അതുകൊണ്ടാണ് AIയുടെ എത്തിക്കൽ യൂസേജിനെ പറ്റി ഇപ്പോൾ ചർച്ച ചെയ്തത്. നമുക്കറിയാം, ഈ എത്തിക്കൽ അല്ലാതെയും AI ഉപയോഗിക്കാം എന്നാണല്ലോ അതിന്റെ ഇംപ്ലൈഡ് മീനിങ്. നമുക്കറിയാം, ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, മാർപ്പാപ്പ കഴിഞ്ഞ ആഴ്ച മരിച്ചപ്പോ മാർപ്പാപ്പയുടെ കൂടെ നിൽക്കുന്ന എത്രയോ ആളുകളെ പടങ്ങൾ നമ്മളിപ്പോ മുഖം കിട്ടി. അവരാരും മാർപ്പാപ്പയെ കണ്ടിട്ടില്ല. പക്ഷെ AIക്ക് ഇതൊക്കെ സാധ്യമാണ്. നമ്മുടെ AIയോട് പറഞ്ഞാൽ മതിയല്ലോ, AIയോട് ഇങ്ങനെ മാർപ്പാപ്പയുടെ കൂടെ എന്നെ ഒന്ന് അവതരിപ്പിക്കണമെന്ന് പറഞ്ഞാൽ AI ചെയ്യും. പക്ഷെ അതുകൊണ്ടാണ് ഈ മീഡിയ ചർച്ചകളിൽ ഇപ്പോൾ വളരെ റെലവെന്റ് ആയിട്ടുള്ള പദമായി എത്തിക്കൽ മീഡിയ പ്രവർത്തനം എത്തിക്കൽ എന്നുള്ളതാണ്. കാരണം നമുക്ക് അൺഎത്തിക്കലായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ ചെയ്യാൻ നമ്മളെ ആ വഴിയിലേക്ക് നയിക്കാൻ ഇടയുള്ള കാലമാണ് വരുന്നത്. അപ്പോൾ ആ കാലത്തെ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് വളരെ വളരെ, അപ്പോൾ നമ്മുടെ ഇതുവരെയുള്ള ജോലി കുറച്ചുകൂടെ ബുദ്ധിമുട്ടുള്ളതാകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഫാക്ട് ചെക്കിങ്ങിന്റെ കാര്യത്തിലാണ് നമുക്കറിയാം. അപ്പൊ ട്രാൻസ്ലേഷൻ, ഫോർ എക്സാമ്പിൾ ട്രാൻസ്ലേഷൻ, ഇപ്പൊ നമുക്ക് AIയോട് പറഞ്ഞ ട്രാൻസ്ലേഷൻ കിട്ടും. ഇപ്പൊ നമ്മളൊരു വലിയ, ഇപ്പൊ UN-ലെ ഒരു പ്രസംഗം ഇംഗ്ലീഷിൽ കിട്ടുമ്പോൾ നമ്മളിപ്പോ മലയാള പത്രത്തിന് വേണ്ടി നമുക്ക് മലയാളത്തിലാക്കാൻ പറഞ്ഞാൽ AI ചെയ്തു തരും. പക്ഷെ AI ചെയ്തു തരുമ്പോ നമ്മൾ ഓർക്കേണ്ടത് AI അതിന്റെ ലിറ്ററൽ ആയ ട്രാൻസ്ലേഷനാണ് ചെയ്യുക. നമുക്ക് ഇതിലെ ഒരുപക്ഷെ മലയാളി വായനക്കാർക്ക്, കേരളത്തിലെ വായനക്കാർക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഡൽഹിയിലെ ഒരു വായനക്കാരന്, നാഷണൽ രാഷ്ട്രീയം നോക്കുന്ന ഒരു വായനക്കാരന് എന്താണ് വേണ്ടതെന്ന് AI. അപ്പോ അതിനാണ് നമ്മൾ മുമ്പ് പറഞ്ഞ ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു ഇടപെടൽ
മാധ്യമപ്രവർത്തകരുടെ അല്ലെങ്കിൽ എഴുത്തുകാരുടെ ട്രാൻസ്ലേറ്റേഴ്സിന്റെ പത്രം നടത്തുന്ന ആളുകളുടെ ഒക്കെ ഈ ക്രിട്ടിക്കൽ ഇടപെടൽ എന്ന് പറയുന്നതാണ് AI നമ്മളിൽ നിന്നും ഈ പുതിയ കാലത്ത് ആവശ്യപ്പെടുന്നത്. അപ്പോ ഈ മുമ്പ് പറഞ്ഞ വാനിഫ്രയുടെ ഒരു വിലയിരുത്തൽ പത്രപ്രവർത്തനത്തിലെ ഒരുപക്ഷെ ആദ്യം പലരും സംശയിച്ചിരുന്നു ഈ മീഡിയ പ്രവർത്തനത്തിലുള്ള ആളുകളുടെ ജോലി ഒരുപക്ഷെ AI കാരണം അപകടത്തിലായേക്കാം. പക്ഷെ ഇപ്പോ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന അവരുടെ പേപ്പറിൽ പറയുന്നത് അങ്ങനെയല്ല. കാരണം ഈ ക്രിട്ടിക്കൽ തിങ്കിങ്ങും ക്രിട്ടിക്കൽ അനാലിസിസും ക്രിട്ടിക്കൽ പ്രസന്റേഷനും ഒക്കെ ആവശ്യമുള്ളത് കൊണ്ട് ഈ ജേർണലിസ്റ്റുകളുടെ ജോലി കുറയല്ല, കൂടുകയാണ് ചെയ്യാനുള്ളത്. ഈ AI നമുക്കൊരു എയ്ഡായി ഒരു സഹായത്തിനുള്ള ഒരു ഉപകരണമായി നമുക്ക് സ്വീകരിക്കാൻ കഴിയുമായിരിക്കും എന്നുള്ളതാണ് ഇതുവരെയുള്ള ഈ ലോക മീഡിയയിലെ പഠനങ്ങളിൽ കണ്ടെത്തുന്നത്. ഇതാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത്. ഇനി നമുക്ക് ചർച്ചകളിലേക്ക് പോകുന്നതായിരിക്കും. ഞാനിങ്ങനെ ഏകപക്ഷീയമായി പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ലെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് മാത്രമല്ല, നമുക്ക് എനിക്ക് പറയാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ഞാനും കൂടെ കൂടും. ബാക്കി നിങ്ങൾ ചർച്ച മുമ്പോട്ട് കൊണ്ടുപോവുക എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനല്ലേ വേണ്ടത്? നമുക്ക് അദ്ദേഹം പറഞ്ഞു നിർത്തിയതിൽ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഒരു ചർച്ച ആരംഭിക്കാം. ആദ്യം ഡോക്ടർ ആന്റി പൂർണ്ണ ക്ഷണിക്കാം. ഇവിടെ ഏറ്റവും കൂടുതൽ പ്രോബ്ലം ആയിരിക്കുന്നത് ക്രിട്ടിക്കൽ തിങ്കിങ് AI. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. നമ്മൾ നോക്കിയാൽ ഇപ്പം എല്ലാവരും AI കൂടെ അല്ല ചെയ്യുന്നത്. അപ്പോൾ അവിടെ AI വെച്ച് നമുക്ക് ക്രിട്ടിക്കൽ അനാലിസിസ്, ക്രിട്ടിക്കൽ തിങ്കിങ് എല്ലാം നമുക്ക് വളരെയധികം എളുപ്പമെന്ന് തോന്നിയാലും അദ്ദേഹം പറഞ്ഞ പോലെ നമുക്ക് ഹാർഡ് ആയിട്ട് തന്നെ തോന്നുന്നു. കാരണം നമ്മുടേതായ ആശയം ഇൻക്ലൂഡ് ചെയ്ത് എഴുതുമ്പോഴത്തേക്കും ഡബിൾ ടൈമാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഇതുപോലെ നല്ലൊരു അവസരം, അതുപോലെ വലിയ 50 വർഷം മലയാള മനോരമയിൽ വർക്ക് ചെയ്ത ഇദ്ദേഹത്തെ ഇന്നിപ്പോൾ പരിചയപ്പെടാൻ പറ്റിയതിൽ വളരെ എനിക്ക് സന്തോഷമുണ്ട്. അപ്പം നമ്മുടെ ജോർജ് ജോസഫ് വിളിച്ചപ്പോൾ ഞാൻ അദ്ദേഹം ഇവിടെ ഉണ്ടല്ലോ, കേട്ടിട്ടേ ഉള്ളൂ. ഐ നെവർ മെറ്റ് ഹിം. ഇറ്റ്സ് വെരി നൈസ് ദാറ്റ് ഐ ഹാഡ് ദ ചാൻസ്, ഓൾമോസ്റ്റ് ഓൾ ചാൻസ് ടു മീറ്റ് യു ആൻഡ് യുവർ നോളജ് ഈസ് അമേസിങ്. കാരണം ഇത്രയും വർഷം മലയാള മനോരമയിൽ എഡിറ്റർ, ചീഫ് എഡിറ്ററായിട്ടൊക്കെ ഇരിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും കാരണം കേരളം മുഴുവൻ വായിക്കുന്ന പത്രമുണ്ട്. പണ്ടുകൊണ്ട് ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ തുടങ്ങി വീട്ടിൽ നിർത്തിക്കൊണ്ടൊരു പത്രമാണ്. അപ്പോൾ അറിയാലോ. അപ്പോൾ everybody is amazing. And thank you so much for sharing your ideas to us. And I appreciate taking ഒരു ഓർഗനൈസ് ചെയ്യാൻ സാധിച്ചത്, ഞങ്ങളൊക്കെ ഇത് ഇൻവോൾവ് ചെയ്യാൻ സാധിച്ചത്. താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. താങ്ക് യു ചേച്ചി. വിശദമായ വാക്കുകൾക്ക് ഡോക്ടർ സൽമാനുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് ഏറ്റവും ആദരണീയനായ ശ്രീ ജോസ് പച്ചപ്പുറം സാർ, അതോടൊപ്പം തന്നെ ഓണറബിൾ കൗണ്ടി ലെജിസ്ലേറ്റർ ഡോക്ടർ ആനി പോൾ, ആൻഡ് ദെൻ all former Fukana, all dear friends of North America, okay, and obviously George Etton, okay. എനിക്ക് പറയാനുള്ളത്, കേരളം സാക്ഷരതയായി നമ്മളെല്ലാം പറയുന്ന 100%. എന്നാൽ കേരളത്തിനെ ഒന്നുകൂടി ചുരുക്കി കോട്ടയം എന്ന് പറയുമ്പം എൻ്റെ രോമം ഒന്നുകൂടി പോകുന്നു. കാരണം കോട്ടയം അക്ഷരനഗരിയാണ്. ആ അക്ഷരനഗരിയെ പ്രതിദാനം ചെയ്യുന്ന ഒരു ചാമ്പ്യനാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്. ഒന്നുകൂടി എൻ്റെ രോമം പോകും. കാരണം 90കളിലൊക്കെ കോളേജിൽ പോകുമ്പോൾ 2 പത്രങ്ങളേ ഉള്ളായിരുന്നു, മനോരമയും ദീപികയും. ആ സമയങ്ങളിൽ ഞങ്ങളൊക്കെ 7 മണിയുടെ ആദ്യത്തെ ബീന ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. ഞങ്ങളെല്ലാവരും നാടുള്ള പ്രദേശത്ത്. അവിടെ നിന്നായിരുന്നു ജീവിതത്തിൻ്റെ തുടക്കം ബേസിക്കലി. അപ്പം ഞങ്ങളൊക്കെ ഇന്ന് എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഒരു മേജർ പങ്ക് മനോരമയൊക്കെ വായിച്ചതിലൂടെയാണ്. അത് താങ്കളെ പോലെയുള്ള വിഷണറീസ് അല്ലെങ്കിൽ ലീഡേഴ്സ് ചെയ്തതാണ്. അതിനുള്ള നന്ദി ഈ അവസരത്തിൽ രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം എനിക്ക് പറയാനുള്ളത്, ഇന്നത്തെ സബ്ജക്റ്റ് പ്രസ് ഫ്രീഡം. 30 വർഷം മുമ്പ് ഇന്ത്യ 120 റാങ്കിലായിരുന്നു. 20 വർഷം മുമ്പ് 139-ലാണ്. ഇപ്പം 151-ലാണ് ഔട്ട് ഓഫ് 180. അമേരിക്ക ഞങ്ങൾ കമ്പയർ ചെയ്യുമ്പോൾ, മീൻസ് ജസ്റ്റ് ഫോർ ദ കമ്പാരിസൺ പർപ്പസ്, 51-ലാണ് ഇപ്പോൾ. സോ വി ആർ ബെറ്റർ ദാൻ ഇന്ത്യ. എന്നാൽ ഇന്ത്യക്കും
അമേരിക്കയ്ക്കും ലേൺ ചെയ്യേണ്ടത് സ്കാൻഡിനേവിയൻ കൺട്രിയിലേക്കാണ്. ഡെൻമാർക്ക് യൂസ് ടു ബി നമ്പർ 1 ഫോർ ലാസ്റ്റ് ക്വൈറ്റ് സം ടൈം. ഇപ്പോഴും നമ്പർ 1 ആണ്. സോ ആസ് എ വിഷണറി ജോസാറിനോടുള്ളൊരു ചോദ്യം എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ, ഹൗ ക്യാൻ വി ഇംപ്രൂവ്? ഞങ്ങൾ അമേരിക്കക്കാർക്ക് ഫോർ സേക്ക് ഓഫ് സേയിങ് അമേരിക്ക, നമ്മളുടെ മലയാളീസ് ആണ്, 51 എങ്ങനെ 40ലേക്ക് 30ലേക്ക് വരാം? ഇന്ത്യക്ക് 151 നമുക്ക് എപ്പോഴെങ്കിലും ഒന്ന് തിരിച്ചു പോകണ്ടേ? പഴയ 140ലേക്ക് 130ലേക്ക് 110ലേക്ക് അല്ലെങ്കിൽ 100ലേക്ക് എന്നുള്ളതാണ് എനിക്ക് ഈ ഒരു സമയത്ത് താങ്കളോട് ഒരു ചോദ്യവും അല്ലെങ്കിൽ താങ്കളുടെ ഒരു ഐഡിയയും കൂടെ എടുക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഞാൻ ബൈ ഇൻസിഡന്റ് ഒരു മാധ്യമ പ്രവർത്തകനായി കൂടെ ഒരു ആണെന്ന് പറയാൻ പറ്റും. കഴിഞ്ഞ 5 വർഷമായിട്ട് മിക്കവാറുമുള്ള ചാനലുകളിലൊക്കെ എല്ലാ ഡിബേറ്റുകളിലും പോകാറുണ്ട്. എൻ്റെ ഒരു എക്സ്പീരിയൻസോടെ പറയാം, ചാനലിൻ്റെ പേര് പറയാതെ. ഒരു തവണ അദാനിയുടെ അറസ്റ്റ് വന്നായിരുന്നു ഇവിടെ, യുനോ. അപ്പോൾ അത് റിപ്പോർട്ട് ചെയ്തപ്പോൾ എനിക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞു, വളരെ ലൈറ്റായിട്ട് പറയാവുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു, വാട്ട്? അല്ല, മറുചോദ്യങ്ങളൊന്നും ഐ മീൻ ഫോളോ അപ്പ് ക്വസ്റ്റ്യൻസ് കാണത്തില്ല, നീ പറയാവുന്നത് 2-3 മിനിറ്റ് കവർ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അത്രയും ഇതാണെങ്കിൽ ഇത് കവർ ചെയ്യേണ്ട നിർബന്ധം, വിട്ടേക്കാൻ പറഞ്ഞു. ഓക്കെ. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളെന്താ അങ്ങനെ പറയുന്നത്? കാരണം നിങ്ങൾക്കുള്ള ഓപ്പോസിഷൻ ആണല്ലോ അങ്ങനെ പെട്ടെന്ന് നിൽക്കുന്നത്. അപ്പോൾ പറഞ്ഞു, നമ്മൾ അവരെ പോയി ചൊറിഞ്ഞാൽ അവരൊന്ന് തിരിച്ച് അതിനേക്കാൾ നമ്മളെ ചൊറിയും. അപ്പോൾ അതുകൊണ്ട് കീപ്പ്. ഒന്നത്. രണ്ടാമത്, 3 വർഷം മുമ്പ് ഞാൻ വേറൊരു ചാനലിൽ കയറിയപ്പം അവർ പറഞ്ഞു, ഇന്റർവെല്ലിന്റെ ടൈമിൽ പറഞ്ഞു, സർക്കാരിനെതിരെ ഒന്നും വേണ്ടത്, വളരെ ലൈറ്റായിട്ട് പറയാവുള്ളൂ. അപ്പം ഞാൻ ക്യൂരിയസ് ആയി, എന്താണ്? കാരണം വൈദ്യുതി നമ്മളാരും ചാനലിൽ കയറുന്നത് പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല, ഇറ്റ്സ് പാഷൻ. ഓക്കെ. അപ്പം ഞാൻ തിരിച്ചവരോട് തന്നെ ചോദിച്ചു, വൈദ്യുതി. അപ്പം ഞാൻ ചോദിച്ചു, ഐ മീൻ നാണവിൽ എങ്ങനെയൊക്കെ പറയാൻ, ഡയറക്റ്റേക്ക് പറയാനായിട്ട്. അപ്പം പറഞ്ഞു, ഒന്നും വിചാരിക്കരുത് ചേട്ടാ, ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഈ കോവിഡ് സമയത്ത് ഞങ്ങൾക്ക് റവന്യൂ കിട്ടുന്നത് ഇത് മാത്രമാണ്. അതുകൊണ്ട് ആ സർക്കാരിനെ പഠിക്കിട്ടുള്ള ഒരു പരിപാടിക്കും ഞങ്ങൾക്കില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അല്പം ഒന്നും ലൈറ്റായിട്ട് പറയാവുള്ളൂ. വിത്ത് ദാറ്റ് ലിവിംഗ് ദ മൈക്ക്. താങ്ക് യു. അതുകൊണ്ടാണ് നമ്മുടെ ഇപ്പോൾ നമ്മുടെ സജീവൻ ഇവിടെ സൂചിപ്പിച്ച കാര്യം വളരെ വളരെ റെലവൻ്റ് ആയൊരു കാര്യമാണ്. അപ്പോൾ നമുക്കറിയാം, ഞാനിവിടെ ഇപ്പം ജോർജും താജും ഒക്കെ പറഞ്ഞതുപോലെ ഞാനൊരു മനോരമയിൽ ഇത്രയും വർഷങ്ങളായി ഈ വാർത്തകളുമായി ഒരു ദൈനംദിനാടിസ്ഥാനത്തിൽ കുസ്തി പിടിക്കുന്ന ഒരാളാണ് എന്ന് വേണമെങ്കിൽ വളരെ ചുരുക്കത്തിൽ പറയാൻ കഴിയും. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ മതി, ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് പറയുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ പ്രസ് ഫ്രീഡം എന്ന് പറയുന്ന അതിൻ്റെ ഇൻഡെക്സിൽ നമ്മൾ വളരെ വളരെ താഴെ നിൽക്കുന്നത്? ഇത് ഭരണവുമായി ബന്ധപ്പെട്ട, നമ്മുടെ ഭരണ സംവിധാനവുമായി ബന്ധപ്പെട്ടേ നമുക്ക് ഈ പറയുന്ന ഈ ഇൻഡെക്സിൽ പ്ലസ് ഓർ മൈനസ് തീരുമാനിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. നമ്മളെല്ലാം കേട്ടിട്ടുണ്ടല്ലോ, പവർ കറപ്റ്റ്സ് ആൻഡ് അബ്സല്യൂട്ട് പവർ കറപ്റ്റ്സ് അബ്സല്യൂട്ട്ലി എന്നാണ് നമ്മളെല്ലാവരും പഠിച്ചിരിക്കുന്നത്, അല്ലേ? അത് ലോകത്തെല്ലാം അങ്ങനെയാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഒരു മുനിസിപ്പാലിറ്റി ഭരിച്ചാലും ഒരു സ്റ്റേറ്റ് ഭരിച്ചാലും രാജ്യം ഭരിച്ചാലും ഈ കറപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റത്തിന്റെ ഭാഗമാണ്. എത്രയോ വർഷങ്ങളായി നമ്മുടെ സിസ്റ്റത്തിൽ ഉൾച്ചേർന്നിരിക്കുന്ന ഒന്നാണ്. അപ്പൊ ഇതില് അത് ഒരു വശം, ഈ പൊളിറ്റിക്കൽ കറപ്ഷൻ ഒരു വശം. നമുക്കറിയാം, നമ്മുടെ സൊസൈറ്റിയിലെ, നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും നമ്മൾ നോക്കുമ്പോൾ കറപ്ഷന് പാരലായിട്ട് മറ്റൊന്നു കൂടിയുണ്ട്. നമ്മളെല്ലാ കാര്യത്തും പറയുന്നത് നാനാത്വത്തിലെ ഏകത്വത്തെ പറ്റിയും നമ്മുടെ രാജ്യത്തിൻ്റെ വികസ്വരതയെ പറ്റിയും നമ്മൾ എല്ലാ കാലത്തും പറയാറുണ്ട്, അഭിമാനിക്കാറുണ്ട്. പക്ഷെ നമുക്കറിയാം, ഇപ്പോൾ ഏതാനും വർഷങ്ങളായിട്ട് പ്രത്യേകിച്ചും നമ്മളെല്ലാവരും ഒറ്റയ്ക്ക് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളെല്ലാവരും ഒരു ഹ്യൂമാനിറ്റി എന്ന് പറയുന്ന അല്ലെങ്കിൽ ഒരു യൂണിവേഴ്സൽ എന്നൊക്കെ പറയാവുന്ന തരത്തിലുള്ള സൗഹൃദ ഭാവമുള്ളവരാണ് നമ്മൾ എസെൻഷ്യലി. പക്ഷെ നമുക്കറിയാം, നമ്മളൊരു ഗ്രൂപ്പായി ചിന്തിക്കുമ്പോൾ നമുക്ക് ജാതി ഉണ്ടായി വരുന്നു, മതം ഉണ്ടായി വരുന്നു, സാമുദായിക ഡിവിഷൻസ് ഉണ്ടായി വരുന്നു.
അപ്പം ഇതിലൊക്കെ ഇത് നമ്മുടെ സൊസൈറ്റിയുടെ പല കഷണങ്ങളാണെന്ന് പറയാം. ഇതെല്ലാം ചേർത്താണ് സൊസൈറ്റി എന്നാണല്ലോ പറയുന്നത്. അപ്പം നമുക്ക് ഒരു ഗ്രൂപ്പിനെ അല്ലെങ്കിൽ മുമ്പ് പറഞ്ഞ ഒരു കഷണത്തെ ഹർട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു വെല്ലുവിളി എന്ന് പറയാം. ഒരു സമൂഹത്തെ അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ നമ്മുടെ നാട്ടില് ഈ റിലീജിയൻസ് എന്ന് പറയുന്നത് ഒരു റിലീജിയൻ അല്ലെങ്കിൽ കുറച്ച് റിലീജിയൻ മാത്രമല്ല, അതിന് അവാന്തര വിഭാഗങ്ങളുണ്ട്, ഡിവിഷൻസ് ഉണ്ട് അല്ലേ. നമുക്ക് ഒരു സമുദായത്തിൽ തന്നെ പല ഘടകങ്ങൾ അല്ലെങ്കിൽ പല ഷെയ്ഡ്സ് ഓഫ് ഒപ്പീനിയൻ. അപ്പം നമുക്ക് നമ്മുടെ സൊസൈറ്റി നമ്മൾ ഈ കാണുന്നത് മാതിരി മുമ്പോട്ട് പോകണമെങ്കിൽ ഇവരെ ആരെയും ഹർട്ട് ചെയ്യാതെ, അല്ലെങ്കിൽ നമുക്കറിയാം ഇതിൽ പലതും വ്യക്തിപരമായി നമുക്ക് സ്വീകാര്യമാകണമെന്നില്ല. നമുക്കറിയാം നമ്മളിപ്പോ ഒരു